ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ GVMന്റെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അധികം നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ അവർ അധികം കൊടുക്കുന്നില്ലെങ്കിലും പോസ്റ്ററൊക്കെ മാത്രം വിടുന്നുവെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്ന ഈ സിനിമയ്ക്ക് അധികം പ്രതീക്ഷകളില്ല. ഇത് രണ്ടാഴ്ചത്തെ കളക്ഷന് വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനി ഒരു പോസ്റ്റർ എന്ന് വെളിവിട്ടിട്ടുണ്ടായിരുന്നു. അതാണിതാ ഈ പോസ്റ്റർ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറഞ്ഞത് അവരുടെ ടീമിനെ ചെറുതായിട്ട് കാണണ്ട. നിങ്ങൾ ട്രെയിലർ കാണും, നിങ്ങൾ ഈ ടീമിൽ ഒരിക്കലും ചെറുതായിട്ട് കാണണ്ട. അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രണ്ടാഴ്ചത്തെ കളക്ഷന് വേണ്ടി മാത്രമാണ് ഈ സിനിമ ഇറക്കുന്നതെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഈ സിനിമ ഒരു സംഭവം ഇറുക്ക് എന്നാണ് അവർ ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ഉറപ്പില്ലാതെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു മികച്ച കമ്പനി ഈ ഒരു സിനിമ സെലക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് തുടരും എന്ന് പറയുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ഭീഷണിയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഇത് തമ്മിൽ കട്ടയ്ക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഒരുപക്ഷെ ഡൊമിനിക് തുടരുവിനെ മറച്ചിടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു പോസ്റ്ററിൽ കൂടെ മമ്മൂട്ടി കമ്പനി വെളിവാക്കുന്നത്. അപ്പോൾ ഇതൊരു മമ്മൂട്ടി ഫാനിന്റെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതായി സന്തോഷമായിട്ട് കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രതീക്ഷ കൂടുതലാണ്, നമ്മുടെ ഡൊമിനിക്കിന് പ്രതീക്ഷ കുറവാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പം മനസ്സിലായി സംഭവം ഇറുക്ക്. മമ്മൂട്ടി ഫാൻസിന് വേണ്ടിയുള്ള സംഭവം ഈ സിനിമയിൽ ഇറുക്ക്. അത് ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റർ. പിന്നെ നമുക്ക് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനായ ഗോകുൽ സുരേഷ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ നമുക്ക് ഏറ്റവും പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനിലാണ്. മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ് 2023, 2024, പ്രത്യേകിച്ച് 2023-24 മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം അത് വെച്ച് നോക്കുകയും പിന്നെ ഇപ്പൊ നമുക്ക് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമാ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയും അത്രയ്ക്കും പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ ഒരു സിനിമയും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം അതിനെ തന്നെ പിന്തുടർന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. ഇത് ഏത് മമ്മൂട്ടി ഫാൻസിനും ആഘോഷമാക്കാൻ പറ്റുന്ന എല്ലാ പൊടിക്കൈകളും ഈ സിനിമയ്ക്കകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പം 2-3 ആഴ്ച കഴിയുമ്പോൾ അടുത്ത മമ്മൂട്ടി പടം വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിന് ഈ സിനിമയ്ക്ക് 2-3 ആഴ്ചത്തെ ഓട്ടത്തിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ തെറ്റി എന്നാണ് ഈ ഒരു പോസ്റ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ മോഹൻലാൽ ഫാൻസ് കുറെ പേര് ഇപ്പം ചീത്തവിളിയായിട്ട് താഴോട്ട് വരും, പിന്നെ മമ്മൂട്ടി ഫാൻസ് സപ്പോർട്ട് ചെയ്യും. ഞാൻ ആരുടെ സപ്പോർട്ടിന് വേണ്ടിയല്ല, ഇത് നമുക്കിപ്പം ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷ ഇല്ലായിരുന്ന സമയത്ത് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പം ഹൈപ്പ് കയറി വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ താഴ്ന്നു വരുന്ന സിനിമ തന്നെയാണിത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു പോസ്റ്ററിൽ കൂടെ ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഇന്റർവ്യൂസും അതിന്റെ കുറച്ച് എന്തൊക്കെയാണ് സിനിമയിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഇന്റർവ്യൂകളിൽ പറയുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ഹൈപ്പ് ഹൈ ലെവലിലോട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് മിക്കവാറും തുടരുവിന്റെ ഒരു ഭീഷണി തന്നെയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് നിങ്ങൾ മാന്യമായ രീതിയിൽ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.